നമസ്കാരം. രാഹുലിന്റെ വരവോടെ കോൺഗ്രസ് ലക്ഷ്യം വഹിക്കുന്നത് 2020. ആശങ്കയോടെ ഇടതുപക്ഷം, ആവേശത്തിൽ UDF. ഒരു ദേശീയ നേതാവ് കേരളത്തിലേക്ക് മത്സരത്തിനെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും മത്സരിക്കണമെന്ന നിർദ്ദേശമുയർന്നപ്പോൾ അത് കേരളത്തിലായിരിക്കുമെന്ന നേരിയ സംശയം പോലും ആരിലും ഉണ്ടായിരുന്നില്ല. മാസങ്ങളായി അങ്ങനൊരു സംസാരം ഉയർന്നെങ്കിലും അതിനെയൊരു തമാശയായി മാത്രമേ പലരും കരുതിയുള്ളൂ. അത് ഗൗരവമാണെന്ന ഉന്നത നേതാക്കൾക്ക് പോലും ബോധ്യമാകുന്നത് ഇന്നാണ്. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ കേരളത്തിൽ UDF ക്യാമ്പുകൾ അത്യാവശ്യത്തിലാണ്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലെയും വിജയമാണ് ഇതോടെ UDFന്റെ ടാർഗറ്റ്. ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കരുതെന്ന നിർദ്ദേശമായിരിക്കും കേരള നേതാക്കൾക്ക് എത്തുക. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ സംബന്ധിച്ചത് കോൺഗ്രസ് കേരള ഘടകത്തിനുള്ള അംഗീകാരമായാണ് കാണുന്നത്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും അതിന്റെ അലയടികൾ ഉയരുമെന്നുറപ്പാണ്. പ്രത്യേകിച്ച് വയനാടിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, വടകര, കാസർഗോഡ് മണ്ഡലങ്ങളിലൊക്കെ രാഹുൽ തരംഗം ആഞ്ഞുവീശും. ഇതിൽ പലതും ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളുമാണ്. രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് സെർച്ചിലൂടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനും ഇത് ഏറെ ഗുണം ചെയ്യും. രാഹുലിന്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്നത് ഏറ്റവും ഗുണം ചെയ്യുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാൾ രമ്യ ഹരിദാസ് ആയിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഫാസിസത്തിനെതിരെ യുദ്ധം നയിക്കാനെന്ന രീതിയിൽ കോൺഗ്രസ് പ്രചരണം നടത്തുമ്പോൾ ഫാസിസത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ഉത്തരേന്ത്യ വിട്ട ദക്ഷിണേന്ത്യയിലേക്കുള്ള രാഹുലിന്റെ ചുവടുമാറ്റത്തെ ഇടതുപക്ഷവും മറ്റു പ്രതിപക്ഷ പാർട്ടികളും മറ്റൊരു രീതിയിലാണ് വളച്ചൊടിക്കുന്നത്. അമേഠിയിൽ പരാജയ ഭീതിമുത്ത രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ വയനാടിൽ വന്ന ഫാസിസത്തിനെതിരെ പോരാടുന്നത് എന്നത് വിരോധാഭാസമെന്നാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവ്, കേരളത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം എടുക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായി കേരളത്തിന് സംഭാവന ലഭിക്കുന്നതും ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിലായിരിക്കും എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പ്രചരണ ആയുധം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. സ്ത്രീ സൗന്ദര്യത്തിന് പരിപൂർണതയേകാൻ വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി ദീപ ഗോൾഡ്. പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ. നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപ ഗോൾഡ്.